അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മളിപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്ത് തീരുമാനിച്ച് പോയാൽ പോലും അവിടെ ഒരു സാഹചര്യം മാറിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നീ തീരുമാനിച്ചു, കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവനോടൊരു ശത്രുത വന്നപ്പോൾ ഈ സാമ്പത്തികത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ എത്തിക്സ് നിനക്ക് പറഞ്ഞു തരും, നീ അത് ഫോളോ ചെയ്യുന്നുണ്ട്, നീ എൻ്റെ മനസ്സിൽ നിനക്ക് ഗൈഡാണ്. നീ ഓൾറെഡി തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു റൂള് അത് നീ തെറ്റിക്കാൻ പാടില്ല. അതാണ് എത്തിക്സ് എനിക്ക് പറഞ്ഞു തരുന്നത്, അത് നിനക്ക് പേഴ്സണൽ ഗൈഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ, അതായത് ചെറുപ്പം കുട്ടിയും നീ 3 സ്റ്റേജ് ഉണ്ടല്ലോ, അഡൾട്ടായ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യണം, നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യണം ആഗ്രഹിച്ച് നമ്മളൊരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൺസെപ്റ്റ് എന്ത് വില കൊടുത്തും നീ ഫോളോ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം. അത് ഇപ്പോൾ നമ്മൾ ചിന്തിച്ച ഇപ്പോൾ ചില വിശ്വാസങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും, നമ്മൾ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടാവും. ചില വിശ്വാസങ്ങളിൽ ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടാവും, അതായത് നിൻ്റെ അല്ലാത്ത, നമ്മൾ വിശ്വസിക്കുന്ന അല്ലാത്തൊരു ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടാവും, അത് നീ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ എന്ത് വില കൊടുത്തും ഫോളോ ചെയ്യുക എന്ന് തീരുമാനിച്ച് നടക്കുന്നതാണ് നമ്മുടെ മോറൽ കോമ്പസ്.